ശരി, സാനിയോ മനോമി കൂടി ചേരുന്നു ചാലിക്യം കുന്നിൽ നിന്ന്. നിലവിൽ ആനയുള്ള സ്ഥലമാണ് ഈ ചാലിക്യം കുന്ന്. സാനിയോ, ഇപ്പോൾ 2 കുങ്കി ആനകളെ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഇപ്പോൾ ആനയെ ആ കുന്നിന്റെ മുകളിൽ നിന്നും മാറ്റി ഒരു സമനിരപ്പിലേക്ക് മാറ്റി മയക്കുവെടിക്കാനുള്ള നീക്കങ്ങളിലേക്കല്ലേ കടക്കുക? ഈ കുങ്കി ആനകളെ ഈ കറക്റ്റ് ലൊക്കേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ? കുങ്കിയാനകളെ കറക്റ്റ് ഈ ലൊക്കേഷനിലേക്ക് എത്തിച്ചിട്ടില്ല. അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തിക്കില്ല, പകരം പറഞ്ഞിരിക്കുന്നത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കും. അതായത് ആനയെ മയക്കുവെടി വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ആൻറ്റിനയിൽ നിന്ന് വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതായത് കൃത്യമായി വനംവകുപ്പിന് ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 150 മീറ്റർ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് നിന്നും 150 മീറ്ററിനുള്ളിൽ ആനയുണ്ട്. ആന നീങ്ങുന്നുണ്ട് എന്നാണ് വനംവകുപ്പിന് കിട്ടിയിരിക്കുന്ന വിവരം. അതനുസരിച്ച് അവരുടെ ആൻറ്റിനയിൽ അതിൻ്റെ സിഗ്നലുകൾ കാണിക്കുന്നുണ്ട് എന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. കൃത്യമായി ആനയെ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം അതിനെ താഴെ എത്തിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങളായിരിക്കും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക. അതിനുശേഷമായിരിക്കും മയക്കുവെടി അടക്കം വെച്ചതിന് ശേഷം കുങ്കികളെ ഉപയോഗപ്പെടുത്തുക. കുങ്കികളായ വിക്രമും ഭരതും ഇപ്പോൾ കുറുവ ദ്വീപിന് സമീപത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ നിന്ന് ആളുകളെ അടക്കം മാറ്റി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രം നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ചാലിഗദ്ദയിലെ ജനവാസ മേഖലയിൽ തന്നെയാണ് ആന ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നത് ആശങ്ക കൂട്ടുന്നുണ്ട്. ഈ ആന ഓടുമോ, എങ്ങോട്ടെങ്കിലും ഓടാനുള്ള സാധ്യതയുണ്ടോ, അതടക്കം നമ്മൾ നോക്കേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ, അല്പസമയം എന്നല്ല കുറച്ച് സമയത്തിനകം തന്നെ ഇതിനെ മയക്കുവെടി വെക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും എന്നാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു ഔദ്യോഗികമായ സ്ഥിരീകരണമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവരോട് അങ്ങനെയാണ് നിർദ്ദേശം കിട്ടിയത്. എത്രയും പെട്ടെന്ന് മയക്കുവെടി വെക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് എത്തണമെന്ന നിർദ്ദേശമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുക. അതേസമയം വെറ്റിനറി ഓഫീസർമാർ പറയുന്നത് ആന രാത്രിയായി കഴിഞ്ഞാൽ, ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നീട് മയക്കുവെടി വെക്കുക എന്നത് ദുഷ്കരമാകും, അതിന് സാഹചര്യം അത് ബുദ്ധിമുട്ടാകുമെന്നാണ് വെറ്റിനറിയിൽ നിന്നുള്ള വിദഗ്ധർ പറയുന്നത്. അതും ഔദ്യോഗിക വിശദീകരണമല്ല, അവരും നമ്മളോട് സംസാരിക്കുമ്പോൾ മാത്രം പറയുന്നതാണ്. ഏതായാലും ഈ ആൻറ്റിനയിൽ നിന്ന് കൃത്യമായി ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കാരണം 150 മീറ്ററിനുള്ളിൽ തന്നെ ആന ഉണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് മുഴുവൻ ജനവാസ മേഖലയാണ്. ഈ അജിയെ ആന ആക്രമിച്ചതിൽ നിന്നും ഒരു 200 മീറ്റർ ഇപ്പുറത്തേക്കാണ് ഈ സ്ഥലം, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമുള്ളത്. അതിൽ നിന്നും ഒരു 100 മീറ്റർ അകലെ കുന്നിന് മുകളിലായാണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ആനയ്ക്ക് ചെറിയ ചലനമുണ്ട് എന്നാണ് ഈ ട്രാക്കിൽ സിഗ്നലിൽ നിന്നും വ്യക്തമാക്കുന്നത് എന്നാണ് ഫോറസ്റ്റ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നിന്ന് ആളുകളടക്കം മാറ്റാനുള്ള നീക്കം തുടങ്ങിയിട്ടുമുണ്ട്. ഏതായാലും ഒരുപാട് സമയം എടുക്കാതെ തന്നെ, ഒരുപാട് വൈകാതെ തന്നെ ഈ ആനയെ മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തിലേക്ക് വനംവകുപ്പ് കടക്കും. അതിൻ്റെ ഭാഗമായി കൂടിയാണ് കുങ്കിയാനകളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. വിക്രമും ഭരതും ഇപ്പോൾ ഈ പ്രദേശത്ത് തന്നെയുണ്ട്. അതായത് കുറുവ ദ്വീപിനടുത്ത് തന്നെ അവരുണ്ട്. ഈ ആനയെ കുന്നിന് മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കിയതിന് ശേഷമായിരിക്കും മയക്കുവെടി വെക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. കാരണം ഇപ്പോൾ ചെങ്കുത്തായ പ്രദേശത്ത് നിന്ന് ആന മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ വീഴുകയോ മറ്റോ ചെയ്താൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് ചെങ്കുത്തായ സ്ഥലത്ത് നിന്ന് മാറ്റി നിരപ്പായ സ്ഥലത്തിലേക്ക് ഈ ആനയെ ആദ്യം എത്തിക്കണം, ബേലൂർ മഗ്നയെ എത്തിക്കണം. അതിന് ശേഷമായിരിക്കും മയക്കുവെടി അടക്കം വെക്കുക. ശേഷം ആയിരിക്കും കുങ്കിയാനകളുടെ ഒരു പ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ പോവുക. ഏതായാലും ഇവിടെ ഇപ്പോൾ വനംവകുപ്പ് അധികൃതരെല്ലാം വളരെ അധികം സജ്ജമായി തന്നെ നിൽക്കുകയാണ്. എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് വനംവകുപ്പ് സജ്ജമായി നിൽക്കുന്നൊരു കാഴ്ച നമുക്കിവിടെ കാണാം. പോലീസ് അടക്കം ഉണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, അവർ ട്രാക്കിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവരോടും മാറി നിൽക്കാനും ശ്രദ്ധിക്കാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ആനയെ മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. റേഞ്ചർ പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ ഇങ്ങനെ ഒരു തീരുമാനം മുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. നിർദ്ദേശം, എല്ലാ ഒരുക്കങ്ങൾക്കുമുള്ള നിർദ്ദേശം അവർക്ക് കിട്ടിയിട്ടുണ്ട്. കൂടാതെ 2 കുങ്കിയാനകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് തന്നെ അല്പസമയത്തിനകം തന്നെ മയക്കുവെടി വെക്കും. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസും വനംവകുപ്പും അടക്കം കടക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ചെങ്കുത്തായ പ്രദേശത്താണ് ആന ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറ്റി താഴേക്കോ മറ്റോ എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ മയക്കുവെടി വെക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശേഷമായിരിക്കും കുങ്കിയാനകളായ വിക്രമും ഭരതും ഇതിനെ തള്ളി കൂട്ടിലേക്ക് എത്തിക്കുകയും അതിനുശേഷം മുത്തങ്ങയിലേക്ക് അടക്കം കൊണ്ടുപോവുകയും ചെയ്യുക. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വനംവകുപ്പിൻ്റെ ട്രാക്കിംഗ് സിസ്റ്റത്തിൽ വളരെ കൃത്യമായി തന്നെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വനംവകുപ്പ്
വനംവകുപ്പിന്റെ ട്രാക്കിംഗ് സിസ്റ്റത്തിന്റെ 150 മീറ്റർ പരിധിക്കുള്ളിൽ തന്നെ ഈ ആനയുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആനയ്ക്ക് ചലനമുണ്ട്, ആന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ചില സ്ഥലം മാറാനുള്ള ശ്രമങ്ങൾ എത്താനുള്ള ശ്രമമാണ്. ഉടൻ തന്നെ മയക്കുപിടിക്കാനുള്ള നീക്കങ്ങളിലേക്കും നടപടികളിലേക്കും ഒക്കെ കടക്കും.